ഡോക്ടർ കൊല്ലപ്പെട്ട ഉടനെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അതെടുത്തുപയോഗിക്കാൻ മനസാക്ഷിയില്ലാതെ രംഗത്തിറങ്ങിയ പ്രതിപക്ഷം. ആ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ മുൻപാകെ ലഹരി മാഫിയക്കെതിരായി ആഞ്ഞടിക്കുമ്പോൾ ശക്തി കിട്ടാൻ ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയെ തന്നെ ഒപ്പം നിർത്തി. ഇങ്ങനെ ആത്മാർത്ഥതയോടെ മയക്കുമരുന്നിനെതിരെ സംസാരിച്ച ഒരാളും കേരളത്തിൽ ഇതിനു മുൻപുണ്ടാവില്ല. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മയക്കുമരുന്നിനെതിരെ സംസാരിച്ചപ്പോൾ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയ കേസിൽ ഒന്നാം പ്രതിയായ ബിനോയ് ഷാനൂരിനെ ഒപ്പം നിർത്തി. ഒരു മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിലെ പ്രതിയെയും ചേർത്ത് നിർത്തി മയക്കുമരുന്നിനെതിരെ സംസാരിക്കണമെങ്കിൽ അത് പ്രതിപക്ഷ നേതാവായിരിക്കണം. ഒരു ചോദ്യം പോലും ചോദിക്കാതെ തൊണ്ട തൊടാതെ അതൊക്കെ വിഴുങ്ങി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഇങ്ങനത്തെ പ്രതിപക്ഷ നേതാവും അതിനൊത്ത മാധ്യമങ്ങളും കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്.